നമസ്കാരം. കടക്ക് പുറത്ത് ഇപ്രാവശ്യം പിണറായി വിജയനല്ല പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ സമീപകാല പരാമർശങ്ങൾ, അതായത് കശ്മീർ ജനതയ്ക്ക് സ്വാതന്ത്ര്യമില്ല തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളെ വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയുണ്ടായി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പാകിസ്ഥാന്റെ തുടർച്ചയായ പിന്തുണയാണ് മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പ്രധാന തടസ്സമെന്ന് ഇന്ത്യ പറഞ്ഞു. പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ വളരെ കാലമായി ഈ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്ന ഒരു ശക്തിയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം പാകിസ്ഥാൻ നിയമവിരുദ്ധമായും ബലപ്രയോഗത്തിലൂടെയും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിയണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഗെറ്റ് ഔട്ട് പാകിസ്ഥാൻ, അല്ലെങ്കിൽ കടക്ക് പുറത്ത്, ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ വീണ്ടും ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് ലോകത്തിനറിയാം. വാസ്തവത്തിൽ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് ഏറ്റവും വലിയ തടസ്സമാണ്. നുണകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം പാകിസ്ഥാൻ നിയമവിരുദ്ധവും നിർബന്ധിതവുമായ അധിനിവേശത്തിന് കീഴിലുള്ള ഇന്ത്യൻ പ്രദേശം ഒഴിയണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാകിസ്ഥാനുമായി സമാധാനം സ്ഥാപിക്കാനുള്ള ഓരോ ശ്രമത്തിനും ശത്രുതയും വഞ്ചനയും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഒരു അഭിമുഖത്തിനിടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഇസ്ലാമാബാദിലെ നേതൃത്വം വിവേകം പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഗോള അസ്ഥിരതയുടെ കേന്ദ്ര ബിന്ദുവായി പാകിസ്ഥാനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മോദി ഇന്ത്യക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും രാജ്യം ഒരു പ്രധാന ഭീഷണി ഉയർത്തുന്നുവെന്നും പറഞ്ഞു. മോദി പറഞ്ഞ കാര്യങ്ങൾ പാകിസ്ഥാന് പിടിച്ചിട്ടില്ല. അങ്ങനെയാണ് ചൊറിയാൻ വന്നത്. ഇപ്പോൾ ജയ്സ്വാൾജി ഗെറ്റ് ഔട്ട് അടിച്ചു. എന്തായാലും ഇന്ത്യയുടെ ആജ്ഞയിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.